ജോലിക്കിടെ 12ാം നിലയിൽ നിന്നും അടിതെറ്റി താഴേക്ക് വീണ 44 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കഥ അവിശ്വസനീയമായി മാറി. അത്ഭുതമെന്ന് പറയട്ടെ, അവൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവം നടന്നത് തെക്ക് കിഴക്കൻ ചൈനയിലാണ്. ജിയാങ്സി പ്രവിശ്യയിലെ ലെപ്പിങ്ങിൽ നിന്നുള്ള ഫാക്ടറി ക്ലീനറായ പെങ് ഹുയിഫാങ്ങിന്റെ അത്ഭുതകരമായ അതിജീവനത്തിന്റെ അസാധാരണമായ കഥ രാജ്യവ്യാപകമായി ശ്രദ്ധ പിടിച്ചുപറ്റി സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് സംബന്ധിച്ച വാർത്ത സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. നിലത്ത് ഇടിച്ച ശേഷം ഭർത്താവിനോട് സഹായം അഭ്യർത്ഥിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടിലുണ്ട്. സംഭവം നടന്നത് മെയ് 13-നായിരുന്നു. ജനൽ ബിസിനസ് നടത്തുന്ന ഭർത്താവിനെ ഒരു ക്ലയന്റിന്റെ ബാൽക്കണി സീൽ ചെയ്യാൻ പെങ് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം നടന്നത്. ബാൽക്കണിയിൽ നിന്നും അകലെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണെന്ന് കരുതി അവൾ ഒരു സേഫ്റ്റി റോപ്പ് ധരിച്ചിരുന്നു. അത് അപകടത്തിലേക്ക് നയിച്ചു. 100 കണക്കിന് കിലോഗ്രാം ഭാരമുള്ള ഒരു ഭാരമേറിയ ജനൽ 12ാം നിലയിലേക്ക് ഉയർത്താൻ ക്രെയിൻ ഉപയോഗിച്ചിരുന്നു. ജനൽ മുകളിലേക്ക് കയറുമ്പോൾ അതൊരു മരക്കൊമ്പിൽ കുടുങ്ങി പെട്ടെന്ന് താഴെ വീണു. ക്രെയിൻ വലിച്ചു. അതുമായി ബന്ധിപ്പിച്ചിരുന്ന റിമോട്ട് കൺട്രോൾ പിടിച്ചിരുന്ന പെങ് കെട്ടിടത്തിന് പുറത്തേക്ക് പോയി. എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് ഞാൻ മരിക്കാൻ പോകുന്നു, ഞാൻ ഈ ലോകം എന്നേക്കുമായി വിടവാങ്ങുന്നു എന്നതായിരുന്നു. പെങ് ഓർമ്മിക്കുന്നത് അങ്ങനെയാണ്. ഭാഗ്യം കൊണ്ട് പെങ് ചെന്ന് വീണത് വലിയൊരു ഷീറ്റിലായിരുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഉണ്ടാക്കുന്ന ടെന്റിലെ വലിയ മേൽക്കൂരയിലാണ് അവൾ ചെന്ന് വീണത്. വീഴ്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ മേലാപ്പ് അവളുടെ ജീവൻ രക്ഷിച്ചു. നിലത്ത് വീഴുന്നതിന് മുമ്പ് ആഘാതത്തിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്തു. അനങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും തനിക്ക് വേദന അനുഭവപ്പെട്ടില്ലെന്നും ഭർത്താവിനെ അറിയിക്കാൻ കഴിഞ്ഞതായും പെങ് പറഞ്ഞു. ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല, 120-ൽ വിളിക്കും, അവൾ അലറി. അങ്ങനെ ഉടൻ തന്നെ നൻജാങ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റലിലേക്ക് അവിടെ ഡോക്ടർമാർ അവരുടെ വലതുകാല്, ഇടതുകാല്, താഴത്തെ പുറം എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഒടിവുകൾ ചികിത്സിക്കാൻ ശസ്ത്രക്രിയ നടത്തി. ഭാഗ്യവശാൽ അവരുടെ മുകൾ ഭാഗം മിക്കവാറും കേടുകൂടാതെ തുടർന്നു. 6 മാസത്തിനുള്ളിൽ അവർക്ക് പൂർണ്ണ ചലനശേഷി വീണ്ടെടുക്കാൻ കഴിയുമെന്നും ഡോക്ടർമാർ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ആശുപത്രിയിൽ നിന്നും സംസാരിച്ച പെങ് സുരക്ഷാ ഹാർനസ് ധരിക്കാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ജോലിസ്ഥലത്തെ സുരക്ഷയെ നിസ്സാരമായി കാണരുതെന്ന് മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ക്ലയന്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും നഷ്ടപരിഹാരം തേടാൻ പദ്ധതി ഇട്ടിട്ടില്ലെന്നും അവർ ഇതിനോടകം ആരോപിച്ചു. ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിപ്പിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടതാണ് ഈ വീഴ്ചയ്ക്ക് കാരണം. ക്ലയന്റുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും അവർ പറഞ്ഞു. വാസ്തവത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചതിൽ ഞങ്ങൾക്ക് വളരെ നാണക്കേട് തോന്നി. ചികിത്സാ ചെലവുകൾക്കായി കുടുംബം ഇതിനകം 70,000 യുവാൻ ചെലവഴിച്ചു കഴിഞ്ഞു. തുടർ ചികിത്സയുടെ ചെലവാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അവളുടെ രോഗശാന്തിക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി കുടുംബം സഹായം തേടുകയാണെന്നും പെങ് പറഞ്ഞു. സോങ്ലാൻഡ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഈ കഥ പ്രധാന ഭൂപ്രദേശ സോഷ്യൽ മീഡിയയിലെ പലരെയും അവിശ്വസനീയരാക്കിയെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഒരാൾ എടുത്തു കാണിച്ചത് ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല, 120-ൽ വിളിക്കൂ എന്ന വരിയാണ്. ഉയരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ സുരക്ഷാ പ്രോട്ടോകോളുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണിതെന്നും മറ്റൊരാൾ പറഞ്ഞു. മൂന്നാമതൊരാൾ കൂട്ടിച്ചേർത്തത് വലിയ ദുരന്തത്തിന് ശേഷം വലിയ ഭാഗ്യം, പെങ്ങിന് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുവെന്നാണ് മൂന്നാമതൊരാൾ പറഞ്ഞത്.